നാട്ടുകാർക്ക് അവൾ സുപരിചിതയായിരുന്നു. വെളുത്തു മെലിഞ്ഞ സുന്ദരി, 40-നടുത്ത് പ്രായം, ഇടതൂർന്ന നീണ്ട മുടി, നീണ്ട മൂക്കുള്ള ജാനകി. പക്ഷെ അവളുടെ പേര് പറയാൻ അവർ എന്നേ മറന്നുപോയി. നാട്ടിലെ സൽഗുണ സമ്പന്ന കുലസ്ത്രീകൾക്ക് അവൾ വഴിപിഴച്ചവൾ, ആണുങ്ങളെ വഴിപിഴപ്പിക്കുന്നവൾ, പകൽമാന്യന്മാർക്ക് അന്തിക്കൂട്ടുകാരി, ചെറുപ്പക്കാരികളുടെ ആന്റി. എല്ലാവർക്കും അവൾക്കൊരു പേര് നൽകിയിരുന്നു: വേശ്യ. നൊന്തുപെറ്റ 3 പെൺകുഞ്ഞുങ്ങളെ കാമവരയന്മാർക്ക് വിറ്റ വേശ്യ. നാട്ടിലെ പൊതുസ്ഥലങ്ങളിൽ നിന്നും അവൾ അകറ്റപ്പെട്ടിരുന്നു. പൊതുവീഥികൾ അവൾക്ക് അന്യമായിരുന്നു. മറ്റു വീടുകളിൽ അവൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു. എങ്കിലും ഓരോ രാവുകളിലും കേൾക്കാമായിരുന്നു അവളുടെ ഉമ്മറവാതിലിൽ മുട്ടലുകൾ. രാത്രിയുടെ യാമങ്ങളിൽ അവളുടെ ഉടലിൽ പകലിന്റെ ക്ഷീണം അകറ്റുന്നവന്റെ ദീർഘനിശ്വാസങ്ങൾ. ഇന്നലെ രാത്രി മുതൽ ആ നാശം പിടിച്ചവളുടെ വീട്ടിലേക്ക് വണ്ടി വന്നുകൊണ്ടിരിക്കുക. നാട്ടുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ. അമ്മയുടെ പ്രാക്കാണ് മനുവിന്റെ ചിന്തകൾ ജാനകിയിലേക്ക് എത്തിച്ചത്. നാശം പിടിച്ചവൾ. കുറെ കാലമായില്ലേ ജാനകി അമ്മയെ പറ്റി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ചീത്ത സ്ത്രീകൾ സൂര്യോദയം കാണാറില്ലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ജാനകി അമ്മ അങ്ങനെയല്ല. പുലർച്ചെ എണീക്കും, വീട്ടിലെ പണികൾ തീർക്കും, പിന്നെ അവിടുത്തെ പശുക്കളോടും കോഴികളോടും കിന്നാരം പറഞ്ഞ് നടക്കുന്ന കാണാം. പാവം അവറ്റകൾ, അല്ലാതെ മറ്റാരുണ്ടോ അവളെ കേൾക്കാൻ? പാതിരാത്രി പൂക്കുന്ന മുല്ലപ്പൂവിന്റെ മണമുള്ള പല വർണ്ണനകളിലുള്ള പൂക്കളിലുള്ള നടുവിലെ ഓടിട്ട വീടും പിന്നത്തൊടിയിലെ പച്ചക്കറി തോട്ടവും അതുമാത്രമായിരുന്നു അവളുടെ ലോകം. ജാനകിയമ്മ മൂത്ത മകൾ ലക്ഷ്മി എന്റെ കളിക്കൂട്ടുകാരി. അവളെ ഓർക്കുമ്പോൾ എല്ലാം നെഞ്ചിലൊരു വിങ്ങലാണ്. ജാനകിയമ്മയും രാമുവണ്ണനും അവരുടെ മക്കളും. എത്രയോ സന്തുഷ്ടമായിരുന്നു കുടുംബം. സ്കൂളിലെ മിടുക്കിയായിരുന്നു മക്കൾ 3 പേരും. ഉണ്ടക്കണ്ണുള്ള ലക്ഷ്മി, അവളായിരുന്നു എന്റെ ഉറ്റ ചങ്ങാതി, എന്റെ സന്തത സഹചാരി. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൾക്ക് വേണ്ടി. ഒരിക്കൽ ഒരു നാൾ ഒന്നും പറയാതെ രാമുവണ്ണൻ വിട പറഞ്ഞു പോയി. തനിച്ചായി പോയി അവർ. പിന്നീട് ഒരിക്കൽ അറിഞ്ഞു അവളുടെ അമ്മ ചീത്ത സ്ത്രീയാണെന്ന്. പിറ്റേ ദിവസം മുതൽ ലക്ഷ്മിയെ കണ്ടില്ല. ലക്ഷ്മിയെ മാത്രമല്ല, അവർ 3 പേരെയും. ആരോ പറഞ്ഞു കേട്ടു മക്കളെ ജാനകിയമ്മ വിറ്റു അത്രേ, നക്കാപ്പിച്ച കാശിനു വേണ്ടി. എന്തോ അന്നത്തെ 15കാരനൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഏത് നാട്ടിൽ പോയാലും എല്ലാം തേടുന്നത് പഴയ കൂട്ടുകാരിയുടെ മുഖം മാത്രമാണ്. പലതവണ തുനിഞ്ഞിരുന്നു ജാനകിയമ്മയോട് ചോദിക്കാൻ. പക്ഷെ ആ മുൻപിൽ പോയി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഓ, ഇന്നെന്നാ ഇത്ര വിരുന്നുകാർ? നിങ്ങളൊന്നങ്ങോട്ട് പോയി നോക്കു മനുഷ്യ. അമ്മയുടെ അലർച്ച കേട്ട് പുറത്തേക്കിറങ്ങി അച്ഛന് പിന്നാലെ അവനും ചാടിയിറങ്ങി. എങ്ങോട്ടേക്കാടാ എന്നുള്ള അമ്മയുടെ അമർച്ച പുറകിൽ നിന്ന് കേൾക്കാമായിരുന്നു. വീട്ടിലെ ആൾക്കൂട്ടം കണ്ടതും ഉള്ളിലൊരു ആന്തൽ. പത്രക്കാരും ടിവിക്കാരും രാഷ്ട്രീയക്കാരും പിന്നെ നാട്ടുകാരും. എല്ലാവരും മധ്യേ 3 പെൺകുട്ടികളുടെ നടുക്കിൽ നിൽക്കുന്ന ജാനകിയമ്മയും. ജാനകിയമ്മ വളരെ മാറിപ്പോയിരിക്കുന്നു. പഴയ വിഷാദഭാവം ഇപ്പോൾ ആ മുഖത്തില്ല. ഒരു വിജയീഭാവം. ചുറ്റും കൂടി നിന്ന പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയുന്ന പെൺകുട്ടികളും. ആരാണ് നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ സപ്പോർട്ടർ? ലക്ഷ്മി. അതെ, ഇത്രനാൾ ഞാൻ തേടിയ മുഖം. ലക്ഷ്മി. അവൾ എൻ്റെ അമ്മ, ഈ നാട്ടുകാരുടെ വേശ്യ. അവൾ പറഞ്ഞു തുടങ്ങി. പണ്ട് അച്ഛൻ മരിച്ച നാൾ കഴിഞ്ഞ് കരഞ്ഞ് തളർന്നുറങ്ങിയ ഞങ്ങളെ തേടിയെത്തിയത് സാന്ത്വന വാക്കുകളോ പട്ടിണി മാറ്റാനുള്ള ഭക്ഷണമോ ആയിരുന്നില്ല. പകരം അമ്മയുടെ ശരീരം തേടിയ കാമക്കണ്ണുകളായിരുന്നു. ഞങ്ങൾക്ക് കാവലായി തലയിടയ്ക്കടിയിൽ ഒളിപ്പിച്ച അരിവാളിനും എതിർത്ത് നിൽക്കാനായില്ല. ഒടുവിൽ ഒരു നാൾ അമ്മയുടെ സമ്മതം കൂടാതെ അമ്മയെ നശിപ്പിച്ച് വേശ്യപ്പട്ടം ചാർത്തിക്കൊടുത്തു. പക്ഷെ തോറ്റു പിന്മാറാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അതിനാലാവണം ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂട്ടിയ വിഷത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞതും. അന്ന് നൽകിയ വാക്കാണ് അമ്മയ്ക്ക്, തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. അതുതന്നെയാണ് ഞങ്ങളുടെ വിജയവും. എന്റെ അമ്മയെ നശിപ്പിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അമ്മയല്ല തെറ്റുകാരി. രാത്രിയിൽ അമ്മയെ തേടി വന്നവർ ആരും ചോദിച്ചിട്ടില്ല ഞങ്ങൾ വല്ലോ കഴിച്ചുവെന്ന്, ഞങ്ങൾക്ക് വസ്ത്രങ്ങളുണ്ടോ എന്ന്. എല്ലാവർക്കും വേണ്ടത് ശരീരമായിരുന്നു. അമ്മയുടെ, പിന്നെ എൻ്റെ അനുജത്തിമാരുടെ. ഒടുക്കം സ്വയരക്ഷ തേടി ഞങ്ങൾ എത്തിയത് അനാഥാലയത്തിന് മുൻപിലാണ്. അവിടാണ് ഞങ്ങൾ വളർന്നത്. ഓരോ രാത്രിയും ഞങ്ങളെ ഓർത്ത് തേങ്ങുന്ന അമ്മയുടെ മുഖമാണ് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അവളുടെ ഓരോ വാക്കുകളും അത്രമേൽ മുറിവേൽപ്പിച്ചത് കൊണ്ടാവണം എൻ്റെ അടക്കമുള്ള ഓരോരുത്തരുടെയും ശിരസ് അവർക്ക് മുൻപിൽ താണു നിന്നത്. അമ്മയുടെ കൈ പിടിച്ച് ശിരസുയർത്തി അവർ ഞങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ കേൾക്കാം, പുറകിൽ നിന്നും കേൾക്കാൻ പെറുപെറുക്കാൻ. ഹോ, ആ ജാനകി ഭാഗ്യം ചെയ്തവളാണേ. കണ്ടില്ലേ, മൂത്ത മകൾ ജില്ലാ കളക്ടർ, രണ്ടാമത്തവൾ IPS, മൂന്നാമത്തവൾ ഡോക്ടർ. ജാനകി. അതെ, വർഷങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു ജാനകി. അവളുടെ പേര്. ജാനകിയിൽ നിന്നും വേശ്യയിലേക്കുള്ള ദൂരം രാത്രികളായിരുന്നെങ്കിൽ വേശ്യയിൽ നിന്നും ജാനകിയിലേക്കുള്ള ദൂരം നിമിഷങ്ങൾ മാത്രമായിരുന്നു.
ഈ നാട്ടുകാർ ഇനിയും സ്മരിക്കും അവളുടെ പേര് വേശ്യാസ്ത്രീ എന്നല്ല, മറിച്ച് ഭാഗ്യം ചെയ്ത ജാനകി എന്ന്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്